കാളിയാടന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തുകൊണ്ടും അവിടെയാണ് നല്ലതെന്ന് തോന്നി. പരമേശ്വരമ്മ പറഞ്ഞതെല്ലാം സത്യമാണെങ്കിൽ അവിടെ തന്നെയാണ് ഇപ്പൊ എന്തുകൊണ്ടും പറ്റിയ സ്ഥലം. എനിക്കറിയാം സൈമണിന് ഒരുപാട് വിഷമം തോന്നുന്നുണ്ടാവും. വല്യമ്മച്ചിയും ഞാനും എല്ലാവരും സൈമണെ വിട്ട് പോവാണെന്ന് ഓർക്കുമ്പോ സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല. എന്നായാലും അങ്ങനെയൊക്കെ സംഭവിക്കാനുള്ളതല്ലേ. ഇപ്പൊ ഭാഗ്യലക്ഷ്മിയുടെ നിലനിൽപ്പാ എനിക്ക് പ്രധാനം. സൈമണോട് ഞാൻ യാത്ര പറയില്ല. ഇത്രയും കാലവും ഒരു പെങ്ങളെ പോലെ എന്നെ കൊണ്ടു നടന്നതിന് നന്ദിയും പറയില്ല. പറഞ്ഞ അത് കുറച്ചിലായി പോവും. മനസ്സിലെപ്പോഴും പറയാതെ കൊണ്ടു നടക്കുന്ന ഒരു കാര്യമുണ്ട്. ഇനി അത് പറയാതെ വയ്യ. ആർക്കും വേണ്ടാത്തതുപോലെ, ആരോരും ഇല്ലാത്തവളെ പോലെ വലിച്ചെറിയപ്പെട്ട എൻ്റെ ഈ ജീവിതത്തിൽ എനിക്ക് ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുള്ളൊരു തോന്നലുണ്ടാക്കിയത് സൈമണ. എന്നും കൂടെ കൊണ്ടു നടക്കുന്ന ഈ ചോറ്റാനിക്കര അമ്മയുടെ ചിത്രം പോലെ എന്റെ മനസ്സിൽ എന്നും ഉണ്ടാവും സൈമൺ. ഭാഗ്യലക്ഷ്മി വിഷമിക്കാതിരിക്കുക. ഒരു അന്യായിട്ട് നിന്നെ എനിക്ക് തോന്നിയിട്ടില്ല. സാന്ദ്രയെ പോലെ മറ്റൊരു അനുജത്തി. അങ്ങനെയാ കണ്ടത്. എനിക്കറിയാം സൈമ, സൈമന്റെ മനസ്സിലെ നന്മ മറ്റാർക്കും ഉണ്ടാവില്ല. അതുകൊണ്ടാ ഇത്ര ധൈര്യത്തോടെ ഈ വീട്ടിൽ എനിക്ക് അന്തി ഉറങ്ങാൻ കഴിഞ്ഞത്. വൈകണ്ട, ഇറങ്ങിക്കോളൂ. ജോലിക്ക് പോകുമ്പോ ചോറും കൂടി എടുത്തോണം. ഉച്ചയ്ക്ക് ഇവിടെ വന്ന് ഒറ്റയ്ക്ക് കഴിക്കണ്ട. അവിടെ ആവുമ്പോ ആ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ലല്ലോ. എല്ലാം ഞാൻ വിളമ്പി പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. പിന്നെ കഴുകാനുണ്ടായിരുന്നതൊക്കെ കഴുകി ഇസ്തിരിയിട്ട് അലമാരി വെച്ചിട്ടുണ്ട്. എന്നും താക്കോലെടുക്കാൻ മറക്കുന്നത്. ഇനി അത് ഓർമ്മിപ്പിക്കാൻ ഞാനിവിടെ ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് മറക്കാതെ എടുത്തോണ്ട് പൊയ്ക്കോണം. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. ഇനിയിപ്പോ ഒന്നും ഓർമ്മിപ്പിക്കാനില്ലാന്ന് തോന്നുന്നു. അപ്പച്ചന്റെ അമ്മച്ചിയുടെ അടുത്ത് പോകുന്ന കാര്യം, അതിന് ഇനിയൊരു തീരുമാനമായിട്ടില്ല. എല്ലാം ഞാൻ ആലോചിച്ച് ചെയ്യാം. ഭാഗ്യലക്ഷ്മി പൊയ്ക്കോളൂ. ഭാഗ്യലക്ഷ്മി, എന്തായിരിക്കും ഇനിയുള്ള എന്റെ ജീവിതം? എന്താ അങ്ങനെ ചോദിച്ചത്? നിന്റെ വെളിപാടിൽ ഈ ഭാഗ്യദോഷിക്ക് എന്നെങ്കിലും ഒരു നല്ല കാലം വരുമോ എന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാ. അങ്ങനെ എന്തെങ്കിലും നിന്റെ അകക്കണ്ണിൽ തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അവസാനമായി അതോട് പറഞ്ഞിട്ട് പോ. അതിനെനിക്ക് അകക്കണ്ണിന്റെ ആവശ്യമില്ല സൈമ. കരിങ്കണ്ണി, അശ്രീകരം എന്നൊക്കെ വിളിച്ച് ആളുകൾ എന്നെ കളിയാക്കിയപ്പോഴും ഒരു പോറല് പോലും ഏൽപ്പിക്കാതെ എന്നെ നോക്കിയ ആളാ സൈമൺ. ആ സൈമണിന് നല്ലത് മാത്രമേ വരൂ. എന്റെ പ്രാർത്ഥന അത് എന്നും സൈമന്റെ കൂടെ ഉണ്ടാവും. വലിയ മനസ്സുള്ള ആളാ സൈമൺ. സൈമൺ നല്ല നിലയിലെത്തും. സ്വപ്നം കണ്ടതുപോലെ എല്ലാം നടക്കും. സ്വന്തമായൊരു വീട്, സാന്ദ്രയുടെ വിവാഹം, അപ്പച്ചനും അമ്മച്ചിയും, അങ്ങനെ എല്ലാവരും ഒത്തുള്ള സന്തോഷകരമായൊരു ജീവിതം. അങ്ങനെ സൈമന്റെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കും. അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. അതിനുവേണ്ടി മാത്രം. ഭാഗ്യലക്ഷ്മി, ഇത് വച്ചോ. അവിടെ നിനക്ക് നിന്റേതായ ആവശ്യങ്ങൾ എന്തെങ്കിലും കാണില്ലേ? അതിനുവേണ്ടിയാ ഇത്. വാങ്ങിക്കാം. വണ്ടി നിർത്തിക്കേ. ഒന്ന് പുറകോട്ട് പോയേ.
കൃഷ്ണനുണ്ണി, കൃഷ്ണനുണ്ണി. എന്താ എന്താ നിങ്ങൾക്ക് വേണ്ടത്? ആരാ നിങ്ങള്? ഞാൻ ഭാഗ്യലക്ഷ്മിയാ. എന്നെ മനസ്സിലായില്ലേ? ഏത് ഭാഗ്യലക്ഷ്മി, ഏത് കൃഷ്ണനുണ്ണി? കൃഷ്ണനുണ്ണി, നിങ്ങൾക്ക് എന്താ വേണ്ടത്? കൃഷ്ണനുണ്ണി വാ, നമുക്ക് കാളിയാർ മഠത്തിലെ അമ്മയുടെ അടുത്തേക്ക് പോവാം. ഞാൻ അവിടേക്കാ പോകുന്നത്. കാളിയാർ മഠത്തിലെ അമ്മയോ? ആ, ശിവകാമിയുടെ അമ്മ. നമുക്ക് അവിടേക്ക് പോവാം കൃഷ്ണനുണ്ണി. അവിടുത്തെ അമ്മയ്ക്ക് ഇപ്പൊ കൃഷ്ണനുണ്ണിയോട് ഒരു ദേഷ്യവും ഇല്ല. നമുക്ക് ഒരുമിച്ച് അവിടേക്ക് പോവാം. അവിടെ എല്ലാവർക്കും വലിയ സന്തോഷാവും. നിങ്ങൾ എന്തൊക്കെയാ ഈ പറയുന്നത്? നിങ്ങൾ ഈ പറയുന്ന ആരെ എനിക്ക് പരിചയമില്ല. അവരെ കുറിച്ച് ഞാൻ കേട്ടിട്ട് പോലുമില്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല ഞാനെന്ന് പറഞ്ഞില്ലേ? അത് എന്നെ മാത്രം അറിയില്ല എന്ന് പറയരുത്. ഇത് വല്ലാത്ത ദുരിതമല്ലോ. കൃഷ്ണനുണ്ണി, ഞാൻ പറയുന്നത് ഒന്ന് കേൾക്ക്. മനുഷ്യനെ മെനക്കെടുത്താനായിട്ട് ഓരോരോ ശല്യങ്ങളും. കൃഷ്ണനുണ്ണി, ഹലോ. നിങ്ങൾ എന്തൊക്കെയാ ഈ പറയുന്നത്? നിങ്ങൾ ഈ പറയുന്ന ആരെ എനിക്ക് പരിചയമില്ല. അവരെ കുറിച്ച് ഞാൻ കേട്ടിട്ട് പോലുമില്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല ഞാനെന്ന് പറഞ്ഞില്ലേ? മോളെ, ഇതെന്തോർക്ക എന്റെ കുട്ടിയെ? വല്യമ്മച്ചി, വല്യമ്മച്ചി എപ്പോഴാ എവിടുത്തെ ഈ കാറിൽ കയറിയത്? വല്യമ്മച്ചി എവിടുന്നോ കേറി. ഓടുന്ന വണ്ടിയില് ചാടിക്കയറുന്നതല്ലേ എന്റെ ശീലം. നിന്നെ കാണുന്നു തോന്നുമ്പോഴൊക്കെ ഞാനിങ്ങനെ എവിടെന്നെങ്കിലൊക്കെ ടിക്കറ്റ് എടുക്കാണ്ട് ചാടിക്കയറും. വല്യമ്മച്ചി, ഞങ്ങളെ വിട്ട് പോയി കളഞ്ഞല്ലോ. എവിടെ പോയാലും ഞാൻ കൂടെ ഉണ്ടാവും. ഇല്ല, ഇനി ഞങ്ങളെ വിട്ട് പോവാൻ വല്യമ്മച്ചി സമ്മതിക്കില്ല. ശാഠ്യം പിടിക്കാതെ ഭാഗ്യലക്ഷ്മി. വല്യമ്മച്ചി, പരമേശ്വരമ്മ നിന്നെ വന്നു വിളിച്ചു അല്ലേ? അതെ, അവിടെ സൈമണിനെ തനിച്ചാക്കിയിട്ടാ ഞാൻ പോകുന്നത്. അതൊന്നും സാരില്ല കുട്ടി. പരമേശ്വരമ്മയുടെ ക്ഷണം സ്വീകരിച്ചത് നന്നായി. അവിടെ ഞാൻ എങ്ങനെ, എന്റെ അവസ്ഥ എങ്ങനെയായിരിക്കും എന്നൊന്നും എനിക്കറിയില്ല. സൈമണിനും ആ കാര്യത്തിലാണ് ആദി. നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. അവിടെ ഞാനുണ്ടാവും. എവിടെ? നീ ചെല്ലുന്നിടത്തെല്ലാം. വല്യമ്മച്ചി എന്റെ കൂടെ ഉണ്ടാവോ? കാളിയാർ മഠത്തിലെ അമ്മയുടെ വീട്ടില്? നിന്നെ സ്വീകരിക്കാൻ വല്യമ്മച്ചി അവിടെ ഉണ്ടാവും. പുറകിൽ അടുക്കളവാതിൽ നിന്നവിടെ ഞാൻ കാത്തു നിൽക്കുന്നുണ്ടാവും. അടുക്കളവാതിലിനടുത്തോ? അതെ, അവിടെയാ ഞാനുണ്ടാവുക. എന്നെ കണ്ടിട്ട് നീ ആ വീട്ടിനകത്തേക്ക് കയറാവൂ. വല്യമ്മച്ചി,
എവിടെ പോയി? പൂമുഖപ്പടിയിൽ കാത്തിരിപ്പ് തുടങ്ങിയിട്ട് കുറെ നേരം ആയല്ലോ. അമ്മയുടെ ദൈവപുത്രി ഇനി വരില്ല. ക്ഷേത്രവും കണ്ട് അവിടെ കുത്തിയിരുന്ന് കൈ നോക്കുന്നുണ്ടാവോന്ന് എന്റെ സംശയം. ആനയിച്ചു കൂട്ടിക്കൊണ്ടുവരാൻ ഇവിടുന്നൊരു കാറ് തന്നെ പറഞ്ഞു വിട്ടതാണല്ലോ. എന്നിട്ടും കാണാനില്ലാത്തോണ്ട് ചോദിച്ചതാ. കൂട്ടിക്കൊണ്ടുവരാൻ ഞാൻ ഇവിടുന്ന് ഒരു കാറ് വിട്ടിട്ടുണ്ടെങ്കിൽ അവൾ വരും. എപ്പോ? എപ്പോഴായാലും അവൾ വരുമ്പോ വരട്ടെ. അതിന് നിനക്കെന്തിനാ ഇത്ര പരിഭ്രമം? ഈ വീട്ടിലേക്ക് ഒരു മഹാലക്ഷ്മി വലതുകാലെടുത്ത് വെച്ച് വരാൻ പോവല്ലേ? അതിനെ പുറംകാലം കൊണ്ട് തട്ടാതിരുന്നാ മതി. വരട്ടെ. പുറംകാലു കൊണ്ട് തട്ടണോ അതോ അകംകാലു കൊണ്ട് തട്ടണോന്നൊക്കെ ആ മഹാലക്ഷ്മി വന്നതിന് ശേഷം തീരുമാനിക്കാം. വാ മോളെ. ഞാനിപ്പോ വരാം. മോളെ, എന്താ മോളെ? നീ ആരെയാ അന്വേഷിക്കുന്നത്? അത് എന്താ എന്താ മോളെ പറ്റിയത്? നീ ആരെയാ നോക്കുന്നേ? വല്യമ്മച്ചി. വല്യമ്മച്ചി, അയ്യോ, എന്താ മോളെ? വല്യമ്മച്ചി ഇവിടെ വന്നിരുന്നു. വല്യമ്മച്ചിയോ? ഞാൻ കണ്ടില്ലല്ലോ. ഞാൻ കണ്ടു. എന്റെ കൂടെ ഉണ്ടായിരുന്നതാ. ഇവിടെ എന്നെയും കാത്ത് പുറകുവശത്തുണ്ടാവുമെന്നും പറഞ്ഞു. പറഞ്ഞതുപോലെ ഇവിടെ ഉണ്ടാവുകയും ചെയ്തു. എന്റെ ദേവി, മഹാലക്ഷ്മി പടി കയറി വരുന്നത് അടുക്കള വഴിയാണോ? ഒരു വീട്ടിലേക്ക് കയറി വരുന്നതിന് ചില മര്യാദകളൊക്കെ ഉണ്ട്. അതുപോലും അറിയാത്ത ഒരു ജന്തുവിനെയാണല്ലോ ക്ഷണിച്ചു വരുത്തിയിരിക്കുന്നത്. ഞാൻ അതൊന്നും ഓർത്തില്ല. ഏതൊന്നും? ഇതൊരു വീടാ. കാലിച്ചന്തയോ തെരുവോ ഒന്നും അല്ല. ശിവകാമി. ശിവകാമി തന്നെയാ പറയുന്നത്. ഇറങ്ങി മുൻവശത്തൂടെ വരാൻ പറയവളോട്. പറഞ്ഞത് കേട്ടില്ലേടി? അകത്ത് കയറിയില്ലേ? പിന്നെന്തിനാ അവൾ മുൻവശത്തോട് കയറണമെന്ന് പറയുന്നത്? കണ്ണും തുറച്ച് നോക്കി നിൽക്കാതെ പറഞ്ഞതനുസരിക്കടി. നിന്നെ അനുസരണ പഠിപ്പിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. വാ, തൊട്ടു പോകരുത് അവളെ. ആദ്യം ഇവളെ മര്യാദ പഠിപ്പിക്ക, എന്നിട്ട് എന്റെ നേർക്ക് ചാടിക്കറിയാ മതി. ഈ വീട്ടിലേക്ക് ഇവൾക്ക് ഇഷ്ടമുള്ള വശത്തോട് കയറി വരാം. ഈ വീട്ടിൽ എനിക്ക് അവകാശം ഉണ്ടെങ്കിൽ ഇത് ഇവളുടെയും കൂടെ വീടാ. കയറി വരുന്നതിന് മുമ്പ് തന്നെ അധികാരം കൊടുത്തു കഴിഞ്ഞോ? ഇനി ഊട്ടി ഉറക്കാൻ ഒരു പട്ടുമെത്തേം കൂടെ വിരിച്ചു കൊടുക്ക്. അട്ടേ തന്നെ വേണോ പിടിച്ച് മെത്തേ കിടത്താൻ? എനിക്ക് വേണ്ടി നിങ്ങൾ വഴക്കുകൂടണ്ട. ഞാൻ വേണമെങ്കിൽ മുൻവശത്തൂടെ വരാം. ഹാ, അങ്ങനെ അനുസരണയോടെ നിന്നാ നിനക്ക് കൊള്ളാം. ഭാഗ്യലക്ഷ്മി, നീ ഈ വീട്ടിലെ അടുക്കളക്കാരിയോ അടിമയോ അല്ല. മുന്നോട്ട് വെച്ച കാല് ഇനി പിന്നോട്ട് വെക്കണ്ട. മോള് കയറി വാ. വാ. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഭാഗ്യലക്ഷ്മിയുടെ ആദ്യത്തെ വരവ്, അവൾ വീട്ടിനകത്തേക്ക് പ്രവേശിക്കുന്ന ആദ്യത്തെ ചുവട്, അത് മുൻവശത്തുകൂടി തന്നെ ആയിരിക്കണം. മറ്റേതെങ്കിലും വഴിക്ക് അവൾ അകത്ത് കയറാനിടയായ യന്ത്രത്തിന്റെ ശക്തി നഷ്ടപ്പെടും, ശ്രമവും വിഫലമാവും. ആ യന്ത്രം കൊണ്ട് പിന്നെ ഒരു കാര്യം ഉണ്ടാവില്ല. എന്നുവച്ചാൽ
ഒരു തവണ അവൾ വീട്ടിലേക്ക് കടന്നു കഴിഞ്ഞാൽ ആ തകിട് വെറും ചെമ്പുലോഹം മാത്രമായി മാറുമെന്നർത്ഥം. അമ്മ അവിടെ വന്ന് മോളെ കൂട്ടിക്കൊണ്ടു വരാത്തതിൽ വിഷമമൊന്നുമില്ലല്ലോ? എന്തിന്? ഇവിടെ ശിവകാമിയെ തനിച്ചാക്കിയിട്ട് വരാൻ പേടിച്ചിട്ടാ. അവളും കാളിയാടനും കൂടി ഈ വീട്ടിൽ മോൾക്കെതിരെ എന്തെങ്കിലും കൂടോത്രം നടത്തില്ലെന്ന് ആരറിഞ്ഞു? അമ്മേ, എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. എന്താ മോളെ? കൃഷ്ണനുണ്ണി മരിച്ചിട്ടില്ല. കൃഷ്ണനുണ്ണി? കൃഷ്ണനുണ്ണി ഇപ്പോഴും ജീവനോടെ ഉണ്ട്. കൃഷ്ണനുണ്ണി ജീവനോടെ ഇരിപ്പുണ്ടെന്നോ? നിനക്കിതെന്താ പറ്റിയേ? ഞാൻ കൃഷ്ണനുണ്ണിയെ കണ്ടമ്മേ. നീ കൃഷ്ണനുണ്ണിയെ കണ്ടെന്നോ? എങ്ങനെ കണ്ടു? പറ. സ്വപ്നത്തിലാണോ? മോള് പറ, സ്വപ്നത്തിലാണോ? അല്ല, സ്വർഗത്തിൽ വെച്ച്. കഴിഞ്ഞ ദിവസം ഇവൾ ഇവിടുന്ന് വല്യമ്മച്ചിയുടെ കൂടെ സ്വർഗയാത്ര നടത്തിയില്ലേ? അപ്പൊ അവിടെ വെച്ച് കൃഷ്ണനുണ്ണിയെ കണ്ടു കാണും. അല്ലാതെ മരിച്ച ആള് റോഡിലിറങ്ങി നടക്കില്ലല്ലോ. ശിവകാമി, ഞാൻ പറയുന്നത് സത്യ. ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴി നമ്മുടെ കൃഷ്ണനുണ്ണിയെ കണ്ടതാ. നമ്മുടെ അല്ല, നിന്റെ. എന്റെ കൃഷ്ണനുണ്ണി എന്നെ മരിച്ചുപോയി. അമ്മേ, ഞാൻ ശരിക്കും കണ്ടതാ. അത് കൊള്ളാലോ. എന്നിട്ട് എന്തുകൊണ്ട് കൂടെ കൂട്ടിയില്ല? അമ്മായിയമ്മ ഇവിടെ നിങ്ങൾക്ക് രണ്ടുപേർക്കും മണിയറ ഒരുക്കി കാത്തിരിക്കുന്ന കാര്യം പറയായിരുന്നില്ലേ? ഞാൻ പറയുന്നതൊന്ന് വിശ്വസിക്കണം. ഇന്ന് ആദ്യമായിട്ടല്ല, ഞാൻ ഇതിനു മുൻപും കൃഷ്ണനുണ്ണിയെ കണ്ടിട്ടുണ്ട്. നിനക്ക് ഉറപ്പുണ്ടോ മോളെ അത് അവൻ തന്നെയാണെന്ന്? ഉറപ്പാ. പക്ഷേ കൃഷ്ണനുണ്ണിക്ക് എന്തൊക്കെയോ മാറ്റം ഉണ്ടായിട്ടുണ്ട്. ഞാൻ പറയുന്നതൊന്നും കൃഷ്ണനുണ്ണിക്ക് മനസ്സിലാവുന്നില്ല. നീ പറയുന്നതൊക്കെ ഞങ്ങൾക്കേ മനസ്സിലാവുന്നില്ല. പിന്നല്ലേ ചത്തുപോയ ഒരാൾക്ക്. എന്നോ മരിച്ചുപോയ ഒരു തള്ളയുടെ ആത്മാവിനെ യമലോകത്തേക്ക് പറഞ്ഞയച്ചിട്ട് ദിവസങ്ങളെ ആയിട്ടുള്ളൂ. അപ്പതേ മറ്റൊരു തന്റെ ആത്മാവിനെയും കൂടി വിളിച്ചു വരുത്തി എന്നെ പേടിപ്പിക്കാനാണോ നിന്റെ ഭാവം? ശിവകാമി, കൃഷ്ണനുണ്ണി മരിച്ചിട്ടില്ല. അവന്റെ ആത്മാവും ശരീരവും എല്ലാം ഇവിടെ തന്നെയുണ്ട്. അപ്പൊ പിന്നെ എന്റെ കൂടെ വന്ന് വെള്ളച്ചാട്ടത്തിൽ വീണ് മരിച്ചു പോയത് ആരാ? അവിടെ നിന്ന് കൃഷ്ണനുണ്ണി എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു കാണും. എങ്ങനെ? നീ ദിവാസ്വപ്നം കാണുന്ന പോലെ അല്ല ഇത് ജീവിതം. കണ്ണെത്താ താഴത്തിലേക്ക് വീണുപോയ എന്റെ ഭർത്താവ് എങ്ങനെ രക്ഷപ്പെട്ടു കാണുമെന്നാ പറയുന്നത്? അതൊക്കെ കൃഷ്ണനുണ്ണിക്കല്ലേ അറിയാൻ കഴിയൂ. എവിടെ വെച്ച മോളെ നീ അവനെ കണ്ടത്? അപ്പൊ അതും അമ്മ വിശ്വസിച്ചോ? എന്റെ കൺമുന്നി വെച്ച് വീണ് മരിച്ച ആൾ ജീവിച്ചിരിക്കുന്നു ഈ ഭ്രാന്തി പെണ്ണ് വന്ന് പറയുന്നത് വിശ്വസിക്കാനും മാത്രം തരം തന്നു പോയോ എന്റെ അമ്മ? ഭാഗ്യമോള് അവനെ നേരിൽ കണ്ടെന്നല്ലേ പറയുന്നത്? മണ്ണാം കട്ട. കഴിഞ്ഞ കുറെ മാസങ്ങളായി പോലീസും പട്ടാളവും അവിടെ മുഴുവൻ തെരഞ്ഞിട്ടും അയാളുടെ പൊടി പോലും കിട്ടിയിട്ടില്ല. അപ്പോഴേക്കും ഉടലോട് അവതരിച്ച് കൃഷ്ണനുണ്ണിയെ കണ്ടൂന്ന് പറഞ്ഞ് വന്നിരിക്കുക. അമ്മേ, കൃഷ്ണനുണ്ണിയെ നമുക്ക് പോയി കാണണം. എന്നിട്ട് ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവരണം. അതിന് അവൻ എവിടെയാന്ന് അറിയണ്ടേ മോളെ? അതൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. ഇവിടെ അടുത്തെവിടെയെങ്കിലും ഏതെങ്കിലും ഹോട്ടലിലായിരിക്കും കൃഷ്ണനുണ്ണി താമസിക്കുന്നത്. എന്താ നിന്റെ വിചാരം? നീ ആരാന്നാ? നീ പറയുന്ന പൊട്ടത്തരങ്ങൾ കേട്ട് ഉറഞ്ഞു തുള്ളാൻ ഇങ്ങനെ പലരും കാണും. പക്ഷെ ഈ വീട്ടിൽ അതൊന്നും നടക്കില്ല. കൃഷ്ണനുണ്ണി കൊക്കയിൽ വീണ് തല ചിതറി മരിക്കുന്ന കാഴ്ച സ്വപ്നം കണ്ടവളല്ലേ നീ? ആ വെളിപാട് കണ്ട് നിലവിളിച്ചോടിയിട്ടും കൃഷ്ണനുണ്ണിയെ രക്ഷിക്കാൻ പറ്റാതെ പോയ നിന്റെ സങ്കടം ഞാനും കണ്ടതാ. എന്നിട്ടിപ്പോ കൃഷ്ണനുണ്ണി എവിടുന്നോ എഴുന്നേറ്റ് വന്നെന്ന് നീ തന്നെ പറയുന്നു. അതൊന്നും എനിക്കറിയില്ല. പക്ഷേ കൃഷ്ണനുണ്ണി മരിച്ചിട്ടില്ല. ജീവനോടെ ഈ നാട്ടിൽ തന്നെയുണ്ട്. അമ്മേ, നമുക്ക് കണ്ടുപിടിച്ച് ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവരണം. കൃഷ്ണനുണ്ണി ജീവിച്ചിരിപ്പില്ലെന്ന് ഞാൻ പറയുന്നതിനേക്കാൾ വിശ്വാസമാണോ അമ്മയ്ക്ക് ഇവള് പറയുന്നത്? നീ കണ്ടത് കൃഷ്ണനുണ്ണി അല്ല, റാഹേൽ അമ്മയെ പോലെ ഒരു പ്രേതം. നിന്നെ വിട്ടുപിരിയാനുള്ള വേദന കൊണ്ട് കൂടെ തന്നെ കൂടിയ ഒരു പ്രേതം. അല്ലാതെ എന്നേ ചത്തുപോയ കൃഷ്ണനുണ്ണിയെ നീ കണ്ടു എന്ന് പറഞ്ഞ അതൊന്നും ഞാൻ വിശ്വസിക്കില്ല. വിളിച്ചു വരുത്തിയ ദേവത വെളിപാടും കൊണ്ടാ കയറി വന്നിരിക്കുന്നത്.
അതും നമ്മൾ അമ്മയ്ക്കും മോൾക്കും ഒത്തിരി സന്തോഷവും സമാധാനവും തരുന്ന വെളിപാട്. വന്നിരിക്കുന്നത് ദേവിയല്ലേ, ചോറ്റാനിക്കര അമ്മ. പൂജാമുറി കയറ്റിയിരുത്തി പൂജ തുടങ്ങിക്കോ. മോള് വിഷമിക്കണ്ട, ഈ അമ്മയില്ലേ. പരാജയപ്പെട്ടു പോയി അല്ലേ? ആ, ഈ ഒരു പരാജയം ഞാൻ കണക്കുകൂട്ടിയതാ. അതെന്താ? ചെറിയമ്മാവും പറഞ്ഞിട്ടല്ലേ ഞാൻ ആ യന്ത്രം മുൻവശത്ത് വെച്ചത്. ആ ഈ കാലം വരെ ആരും ആ വീടിന്റെ പിൻവശത്ത് കൂടി കയറി വന്നിട്ടില്ല. മോളെ, നമ്മൾ വിചാരിച്ചതിലും ഒരു പടി മുകളിലാണ് ഭാഗ്യലക്ഷ്മി. കഴുത്തിന് പിടിച്ച് പുറത്തറിയാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല. ഉമ്മറ വാതിൽ കൂടി അകത്തേക്ക് കടക്കേണ്ടവൾ പിറകുവശത്തുകൂടി കടന്നിരിക്കുന്നു. ഓടുന്ന കാളയ്ക്ക് ഒരു മുഴം മുമ്പേ. എല്ലാം അറിഞ്ഞുകൊണ്ട് അവളുടെ വരവ്. അല്ലെങ്കിൽ അവളെ കൊണ്ട് ദേവി അങ്ങനെ ചെയ്യിക്കുന്നു. അതുമല്ലെങ്കിൽ ഉള്ളിലെ ദേവീ ചൈതന്യം ഭാഗ്യലക്ഷ്മി അറിയുന്നില്ല എന്ന് വേണം കരുതാൻ. ചെറിയമ്മാവൻ വിചാരിക്കുന്നത് പോലെ അവളെ ദേവി വഴി തെറ്റിച്ച് അടുക്കളവാതിൽ വഴി കൊണ്ടുവന്നതൊന്നുമല്ല. ചൊട്ടയിലെ ശീലം. വേലക്കാരിയായ അവളെ ഒരു നിമിഷം അമ്മയുടെ വളർത്തുമകളാണല്ലോ എന്ന് ഞാൻ വിചാരിച്ചു പോയി. മുൻവാതിലൂടെ കയറി വരാനുള്ള അന്തസ്സും ശീലമൊന്നും അവൾക്കില്ല. എന്റെ മനസമാധാനം പോയിന്ന് പറഞ്ഞാ മതിയല്ലോ. പുറകുവശത്തൂടി അകത്ത് കയറിയ അവളുടെ ഭരണമായിരിക്കും ഇനി അവിടെ. അവള് ഭരിച്ചോട്ടെ. ഭരണം അതിര് കിടന്നാൽ ഒരു പാപകർമ്മം കൂടി ഞാൻ അങ്ങോട്ട് ചെയ്യും. നരബലി. അത് എന്നെ കൊണ്ട് അവള് ചെയ്യിക്കും.